കലോത്സവ വേദികൾ നമ്മൾ ഒരുപാട് താരങ്ങളെ കാണാറുണ്ട്. കുട്ടികളാണ് പക്ഷെ മിക്കപ്പോഴും താരങ്ങളാകാറ്. ഇവിടെ ഒരു അധ്യാപകൻ താരമാകുന്നത് അദ്ദേഹത്തിന്റെ മിമിക്രി എന്ന കഴിവിലൂടെയാണ്. പല വേദികളിലും കോമഡി ഉത്സവം വേദിയിലടക്കം തിളങ്ങിയ ഒരു അധ്യാപകൻ, മലപ്പുറത്ത് നിന്നുള്ള ഒരു അധ്യാപകൻ ഇപ്പോൾ ഈ കലോത്സവ വേദിയിൽ വെച്ച് നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം സത്യത്തിൽ കൊല്ലംകാരൻ തന്നെയാണ്. പക്ഷെ കൊല്ലത്തെ ഈ കലോത്സവം വീണ്ടും വിരുന്നിനെത്തുമ്പോൾ എത്രത്തോളം സന്തോഷം അങ്ങേക്കുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കൊരു 16 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു സന്തോഷം, പ്രത്യേകിച്ചും 24ൻ്റെ കൂടെ എത്തിയപ്പോൾ. മാഷിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് മിമിക്രി തന്നെയാണ്. ക്ലാസ്സിൽ വരെ അദ്ദേഹം കുട്ടികൾക്ക് അത് രസകരമായി അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി മിമിക്രിയിലൂടെ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. 24-ൽ നമ്മളത് കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മാഷിനെ നമ്മളിവിടെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനേക്കാളും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കോമഡി ഉത്സവത്തിലൊക്കെ അദ്ദേഹം പലതവണ തിളങ്ങിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ 1-2 പ്രകടനങ്ങളിലേക്ക് പോകാം. അതേതാ മാഷെ? 24 എന്ന് പറയുന്ന ചാനല് ശരിക്കും പറഞ്ഞാൽ ഞാൻ 2017 കോമഡി ഉത്സവം അവതരിപ്പിക്കുമ്പോൾ ഞാൻ അന്ന് ഭാവനയിൽ കണ്ട ഒരു ചാനലാണ്. ഇന്നിപ്പം മലയാളത്തിൻ്റെ നമ്പർ 1 ചാനലായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായില്ലേ, പ്രത്യേകിച്ചും നിഖിലിനോടൊപ്പം ഒരു ഇൻട്രാക്ഷൻ. ഇപ്പോൾ നമുക്ക് ഈ ഒരു വേദിയിൽ നമ്മുടെ ജയിലറിലൂടെ തന്നെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ശ്രീ വിനായകൻ്റെ ഒരു വേദിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ജയിലറിൽ അഭിനയിച്ച സമയത്ത് രജനീകാന്ത് സാറിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കണ്ടപ്പോൾ ആ കിട്ടിയ ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ സൂപ്പർ സ്റ്റാറുകളില്ല, മെഗാ സ്റ്റാറുകളില്ല, എല്ലാവരും സ്റ്റാറുകൾ, കുട്ടികളാണ് സ്റ്റാറുകൾ. കൊല്ലം കണ്ടവനെ ഇല്ല വേണ്ട, അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവരുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ ഒരുപാട് വേദികളിൽ അനുകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടുപോയെങ്കിലും ആ ഒരു സ്നേഹവും ആ ഒരു ശബ്ദവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തിൻ്റെ. എന്ത് സ്ഥാനം കിട്ടിയിട്ടും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തകരുടെ സ്നേഹവും ജനങ്ങളുടെ കരുതലും ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുറവുണ്ടോ? അതാണ് എൻ്റെ തിയറി. ഒരു സ്ഥാനത്തിന് പിന്നാലെ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് അത് കിട്ടാത്തപ്പോഴുള്ള ദുഃഖമോ കിട്ടുമ്പോൾ അമിതമായ സന്തോഷമോ എനിക്കില്ല. SK അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ആരുടെയെങ്കിലും ഒരു ശബ്ദത്തിൽ എന്തെങ്കിലും പറയാൻ തോന്നിയാൽ അതെങ്ങനെയായിരിക്കും പറയാം? പേഴ്സണലായിട്ട് പറയാം SK. സ്ഥിരമായി ഞാൻ കാണുന്ന പ്രോഗ്രാമാണ് താങ്കളുടെ ഗുഡ് മോർണിംഗ് SK. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ പല, അപ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ലഹരി വിരുദ്ധമായ ഒരു മിമിക്രി അവതരിപ്പിച്ചില്ല. അന്ന് ഞാൻ പറഞ്ഞത് ഭീമൻ രഘുവിൻ്റെ ഒരു ശബ്ദത്തിലൂടെ വേണം സാറേ, വിനാശകാലെ വിപരീത ബുദ്ധി, പണ്ട് ഞാൻ പുക വലിച്ചാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ എന്നെ ഓടച്ചേറ്റ് തള്ളിയിട്ടുണ്ട്. പട്ടിയെപ്പോലെ പുക വലിക്കലും മക്കളെ, വലിക്കാൻ അനുഭവിക്കുന്നത് പോട്ടെ സാറേ, കാണാം. നമുക്കില്ല വായുസ്ന ഈ നഗരത്തിൽ നിന്ന് തൊറ്റ് സെത്താണ്. ഒരിടത്ത് പുക, മറ്റൊരിടത്ത് ചാരം, എൻ്റെ ആരോ ഒന്നും മിണ്ടാത്തത്. സേനവ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ഹെൽത്ത്. നമ്മൾ പോട്ടെന്ന്. അടിപൊളി. അങ്ങനെ മാഷിന്റെ എന്താ പറയുക, സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് അങ്ങേയറ്റം എന്താ പറയുക, അവർക്ക് ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആണ് മാഷി കലോത്സവ വേദിയിൽ ഒരു താരമായി മാറുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ അനുകരിക്കും. അദ്ദേഹമാണ് എൻ്റെ അനുകരണ കലയുടെ 25 വർഷം പ്രകാശനം ചെയ്തത്. അപ്പോൾ പ്രൊഫസർ C. രവീന്ദ്രൻ സാറ് ഈ വേദിയിലേക്ക് വന്നാലെങ്ങനെ? അക്കാദമിക് മികവാണ് ഒരു വിദ്യാലയത്തിൻ്റെ മികവ്. ആ മികവിനെ അന്താരാഷ്ട്ര തലത്തേക്ക് ഉയർത്തുകയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും പരമമായ ലക്ഷ്യം. സംസ്ഥാന കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുകൂടെ അങ്ങ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായിരുന്നു മാഷൊപ്പമുള്ള സംസാരം. മാഷിന്റെ കുട്ടികളുണ്ടോ തവണ? നല്ലൊരു ഇർഫാൻ ഫർഹാൻ എന്ന് പറയുന്ന കുട്ടിയാണ്. അവന് ഖുർആൻ പാരായണത്തിൽ എ ഗ്രേഡ് നേടിയിരുന്നു. പിന്നെ എൻ്റെ സ്കൂളിൻ്റെ നല്ലൊരു സപ്പോർട്ട്, പിന്നെ ഒപ്പം തന്നെ ഈ വർഷം എനിക്ക് ഒരുപാട് സപ്പോർട്ട് നൽകിയിട്ടുള്ള എൻ്റെ പ്രഥമാധ്യാപകൻ മജീദ് സാറും അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ ഗഫൂർ സാറും വിരമിക്കുന്നൊരു വർഷമാണ്.
അപ്പം ഈ ഒരു പ്രോഗ്രാം കൂടി ഞാൻ അവർക്ക് കൂടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ. എന്തായാലും കൊല്ലം തൻ്റെ സ്വന്തം ജില്ല എന്നുള്ള നിലയ്ക്ക് കൂടി കലോത്സവം ഒരു ദിവസം ആഘോഷിക്കുക, അവിടെ വന്ന കുട്ടികളുടെ പ്രകടനങ്ങളൊക്കെ കാണുക, അതിന് വേണ്ടിയിട്ടാണ് മാഷ് ഇവിടെ എത്തിച്ചത്. ഒരുപാട് നന്ദി മാഷ്. നമുക്ക് ഇനി ഒരുപാട് പ്രതിഭകൾ ഇതേപോലെ നമുക്ക് പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കാനുണ്ട്. വേദികളിലൊക്കെ മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കൊല്ലം.